ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ബാക്ക് പെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അക്യൂട്ട് ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പീരീഡിൽ പെട്ടെന്നുണ്ടാകുന്ന ബാക്ക് പെയിനിന് അക്യൂട്ട് ഓൺസെറ്റ് ബാക്ക് പെയിൻ എന്ന് പറയാം. അപ്പോൾ ഈ ക്രോണിക് ബാക്ക് പെയിനിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നട്ടെല്ലിൻ്റെ ഭാഗത്ത് സ്കിൻ, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, അല്ലെങ്കിൽ ഫേഷ്യ, മസിൽസ്, അതിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സ്, വെസൽസ്, പെരിയോസ്റ്റിയം, അങ്ങനെ തുടങ്ങി ഫാറ്റ്, ഇതെല്ലാം പെയിൻ സെൻസിറ്റീവാണ്. ആ ഡിസ്കിന് ചുറ്റുമുള്ള കവറിങ്, ആനുലസ് എന്ന് പറയും. ഡിസ്ക് പ്രോപ്പർ മാത്രമാണ് പെയിൻ സെൻസിറ്റീവ് അല്ലാത്തത്. പക്ഷേ ആ ഡിസ്കിലുള്ള ജെല്ലി പോലുള്ള മെറ്റീരിയൽ വീണാൽ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് പെയിൻ ഉണ്ടാക്കാം. അപ്പോൾ ഇത് സ്ഥിരമായി ഇത് മൂലം ബാക്കിൽ പെയിൻ ഉണ്ടാകുന്നതിനാണ് ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറയുക. അപ്പോൾ ക്രോണിക് ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള ഒരു കാരണം, ഒന്ന് ഈ ഡിസ്ക് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഡിസ്കിന് ഡീജനറേഷൻ, അതായത് ഡിസ്കിന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എവാസ്കുലർ സ്ട്രക്ചർ, അതായത് ഒട്ടും രക്തയോട്ടം ഇല്ലാത്ത ടിഷ്യൂ ആണ് ഡിസ്ക്. അതിന് ജനറ്റിക്കലി മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം സർക്കുലേഷൻ ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് അത് ഡീജനറേഷൻ വരുന്നത്. അപ്പോൾ അതങ്ങനെ ഡീജനറേറ്റ് ചെയ്താൽ രണ്ട് ചുടുകട്ടയുടെ ഇടയ്ക്ക് കുറച്ച് സിമൻറ്റ് വെച്ചേക്കുന്ന പോലെയാണ് അത്. ആ ഡിസ്ക് സിമൻറ്റ് ഇളകി പോയി കഴിഞ്ഞാൽ ചുടുകട്ട തമ്മിലൊരു ടോഗ്ലിംഗ് ഉണ്ടാവും. ആ ഇൻസ്റ്റെബിലിറ്റി അവ തമ്മിൽ അതിൻ്റെ പുറകിൽ കണക്ട് ചെയ്തിരിക്കുന്ന സന്ധികൾക്ക് ഇളക്കം തട്ടുന്നതിനും എളുപ്പം തേയ്മാനം വരുന്നതിനും സ്ഥിരമായി ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിനും കാരണമാവാം. അപ്പോൾ അത് കൂടാതെ ഈ കണ്ണുകൾ തമ്മിൽ ഒരു ഫങ്ഷണൽ സ്പൈനൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടിബ്ര, അതിനിടയ്ക്കുള്ള ഡിസ്ക്, അത് തമ്മിൽ യോജിക്കുന്ന സന്ധി, ചുറ്റുമുള്ള മസിൽസ്, പേശികൾ ഒഴിച്ച് മസിൽസ് ഒഴിച്ച് ബോൺ, ഡിസ്ക്, ഈ ലിഗമെൻറ്റ്സ്, ഇതെല്ലാം ചേർന്നതാണ് ഫങ്ഷണൽ സ്പൈനൽ യൂണിറ്റ്. അതിൽ പേശികൾ വരില്ല. അപ്പോൾ ഇതിന് ഒരു ഇൻസ്റ്റെബിലിറ്റി വന്നാൽ സ്ഥിരമായ ബാക്ക് പെയിൻ, ഇപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് തിരിയുക, മറുവശത്ത് തിരിയുക, ആ സമയത്ത് പെയിൻ ഉണ്ടാകുക, അല്ലെങ്കിൽ കുഴിഞ്ഞ ബെഡിൽ കിടക്കുമ്പോൾ പെയിൻ ഉണ്ടാകുക, നിന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, ഒരു ക്യാച്ച് ഉണ്ടാവുക, ഇതൊക്കെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന, സ്പൈനിനുണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റി മൂലം ഉണ്ടാകുന്ന പെയിനാണ്. അത് ക്രോണിക് ബാക്ക് പെയിൻ ആവാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ, അതായത് ഇൻഫ്ലമേറ്ററി സ്പൈനൽ ഡിസീസ്, അതായത് ആങ്കൈലോസിംഗ് സ്പോണ്ടലൈറ്റിസ് തുടങ്ങിയ വാദസംബന്ധമായ അസുഖങ്ങൾ വന്നാലും സ്ഥിരമായി ബാക്ക് പെയിൻ ഉണ്ടാവാം. അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ, അങ്ങനെ സ്ഥിരമായി സ്പൈനിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ബാക്ക് പെയിനാണ് ക്രോണിക് ബാക്ക് പെയിൻ ഉദ്ദേശിക്കുന്നത്. ഇത് വേണ്ട രീതിയിൽ ഇവാലുവേഷൻ ചെയ്യണം. എക്സ്റേ എടുക്കണം, MRI എടുക്കണം, മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ വേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് അതിന് ചികിത്സിച്ച് പരിചയമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാണ് അത്യാവശ്യം.